ഞാൻ ലീഗ് പ്രതിനിധിക്ക് വന്നു. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ മുസ്ലിം ലീഗ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് എന്ന രൂപത്തിൽ ഒരു 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 പ്രചാരണം ശക്തമാണ്. അത് കോൺഗ്രസിൽ നിന്ന് അകത്ത് തന്നെ വരികയാണ്. കാരണം ലീഗ് തീരുമാനിക്കുന്ന പോലെ വേണം കാര്യങ്ങൾ എന്ന് ലീഗ് നിർബന്ധം പിടിക്കുന്നു. അത് വി.ഡി. സതീശൻ എന്ന പേരിന് ലീഗ് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ അതിന് വിരുദ്ധമായ സമീപനം എടുത്തിട്ടുള്ള എം.എൽ.എമാർക്ക് നൽകാനിരുന്ന സ്വീകരണം മാറ്റിവെക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കഴിഞ്ഞ ദിവസം കെ.എം. അഭിജിത്തിന് ഒരു കല്യാണ വീട്ടിൽ ലീഗ് പ്രവർത്തകർ തടയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ തരത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയും അവർക്കൊരു സ്വതന്ത്രമായ അഭിപ്രായം പാർട്ടിക്കകത്ത് പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ ലീഗിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് ലീഗിന് എന്താണ് മറുപടി? ഈ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഈ സമയം വൈകുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. നമുക്കറിയാലോ, തമിഴ്നാട് 6% പോലും ഇല്ലാത്ത ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് അവിടെ മുഖ്യമന്ത്രി വന്നത്. എവിടുന്നെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ ശബ്ദം പോലും നമ്മളെവിടെയും കേട്ടിട്ടില്ല. സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമൊക്കെ നമ്മളെത്ര ഇല്ല തമിഴ്നാട്. എന്നിട്ട് ആ തമിഴ്നാട് നിന്ന് കണ്ട മാതൃക ഉണ്ടോ? ഇവിടെ മുഖ്യമന്ത്രിയല്ല, ഇവിടെ 25-28% ഒരു സമുദായത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി വരുമെന്ന് തന്നെ ഭയപ്പെടുത്താൻ. വിദ്യാഭ്യാസ വകുപ്പ് പോലെ അവർക്ക് കൊടുക്കരുത്. എന്തൊരു നാടായി നമ്മുടെ നാട് മാറുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനുള്ള ഈ അവസരം ഉണ്ടാകുന്ന തന്നെ ഈ എന്താ പറയുക, ഈ ദീർഘിച്ച ഈ സമയമാണ്. ഈ സമയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഒന്ന്, വളരെ ക്ഷുഭിതരായ ഒരു സമൂഹമാണ്. അങ്ങേയറ്റം പിണറായി വിജയൻ ഗവൺമെന്റിനോട് അങ്ങേയറ്റം വെറുപ്പുമുള്ള UDFന്റെ പ്രവർത്തകരും കേരളത്തിലെ പൊതുസമൂഹവും. പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ ധ്രുവീകരണമാണ് കേരളത്തിൽ നടന്നത്. പലയിടത്തും മതധ്രുവീകരണം ഉണ്ടാകുക, ജാതി ധ്രുവീകരണം അല്ലേ, സാമുദായിക ധ്രുവീകരണം. എന്നാൽ കേരളത്തിൽ സംഭവിച്ചത് എന്താ? കേരളത്തിൽ ഒരു മതേതര ധ്രുവീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ വരെ ഉണ്ടായ ഒരു സ്റ്റേറ്റിൽ നോക്കി നിങ്ങൾ ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ വലുതും വളരെ മോശമാണ്. ഒരുപാട് വിഷജന്തുക്കൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവർ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടു, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്താ പറഞ്ഞു വെക്കാൻ പോകുന്ന അറിയോ? ഇതൊക്കെ എല്ലാം അവസാനം അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ കഴിക്കോലെടുത്ത് കുത്തി ഇങ്ങനെ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ കമ്പൗണ്ടിലേക്ക് മാറ്റാണ്. ഞങ്ങൾ എവിടാണ് ഈ പക്വതയോടെ ഇല്ലാതെ ഈ വിഷയത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? നിങ്ങൾ പറയും, എന്താ പറഞ്ഞത്? എന്ത് വാക്കുകളാണുള്ളത്? ജനവികാരം വി.ഡി. സതീശന് അനുകൂലമാണല്ലോ എന്ന് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? പിണറായി വിജയനുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ ചോദ്യം വന്നത്, അല്ലാതെ കെ.സി. വേണുഗോപാലുമായിട്ടോ ചെന്നിത്തലയായിട്ടോ ബന്ധപ്പെട്ടല്ല. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വമ്പിച്ച ജനപിന്തുണയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ യെസ്, അതിനെ എൻഡോസ് ചെയ്തു. ഇതല്ലാതെ വേറെ എന്താ നമ്മൾ പറഞ്ഞത്? ഞങ്ങൾ ഹൈക്കമാൻഡിനോട് പോയിട്ട് എന്താ പറഞ്ഞതെന്നുള്ള ഇവിടെ ആർക്കാ അറിയാം? കേട്ട ഹൈക്കമാൻഡിന്റെ 3 പ്രതിനിധികൾക്കും പോയ ഞങ്ങളുടെ 4 നേതാക്കൾക്കും അല്ലാതെ പിന്നെ വേറെ ആർക്കാ അറിയാം? പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ഏതോ ഒരാളെ ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയുന്നത്? ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളോട് ഹൈക്കമാൻഡ് അഭിപ്രായം ഇങ്ങോട്ട് ചോദിച്ചതാ. ഞങ്ങൾ വലിഞ്ഞു കയറി പോയതല്ല. ചോദിച്ചപ്പോൾ ഞങ്ങൾ അഭിപ്രായം എന്താണോ ഞങ്ങളെ നേതാക്കൾ പറഞ്ഞിരിക്കും. ആ പറഞ്ഞത് എന്താണെന്നുള്ളത് ഭാരവാഹികളായ ഞങ്ങൾ എന്നെ അറിയൽ അടുത്ത യോഗത്തിലാണ്. ഇനി അടുത്ത ഭാരവാഹി യോഗം വിളിക്കുമ്പോൾ അവിടെ അത് റിപ്പോർട്ട് ചെയ്യും ജനറൽ സെക്രട്ടറി. അതുവരെ ഞങ്ങൾക്ക് പോലും അറിയില്ല. പിന്നെ ലീഗ് എന്താ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാർത്ത കിട്ടാൻ ദാഹിച്ച് നടക്കുക. ആ വാർത്ത കിട്ടാൻ വേണ്ടി ദാഹിച്ച് നടക്കുന്നവര് അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നതൊക്കെ വിളിച്ചു പറയാം. പിന്നെ കുറെ നമ്പറുകൾ കെ.സി. വേണുഗോപാൽ ഇത്രയാണ്, മറ്റേ ഇത്രയാണ്. നോക്കൂ, ജനവികാരം വീടിക്കൊപ്പം എന്ന് തങ്ങൾ പറഞ്ഞതാണ് പ്രശ്നം. അത് ഈ പറയുന്ന മാധ്യമങ്ങൾ വാർത്ത നൽകിയതിലല്ല ശ്രീ ഷാഫി ചാലിയം. ജനവികാരം മറുവശത്ത് നിൽക്കുന്നവർക്കാണ് പ്രശ്നം. ജനവികാർ അങ്ങനെ പറയല്ലേ സ്മൃതി? ആ ബൈറ്റ് വീണ്ടും ഒടുക്കി അതില് വി.ഡി. സതീശൻ എന്ന പേര് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വി.ഡി. സതീശനോ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലാണ് വി.ഡി. സതീശന്റെ പേരുള്ളത്, ഉത്തരത്തിലില്ല. അവിടെ പ്രതിപക്ഷ ഞങ്ങളുടെ നേതാവാണ് സതീശൻ. UDFന് ഇത്രയും കാലം നയിക്കാൻ ഹൈക്കമാൻഡ് തന്നത് സതീശനെയാണ്. ആ സതീശൻ ആ സ്ഥാനത്ത് മാറണമെങ്കിൽ വേറൊരാളങ്ങൾ കൊണ്ടുപോയി വെക്കണം. അതുവരെ ഞങ്ങൾ നേതാവാണ്. ആ നേതാവിന് ജനവികാരം അനുകൂലമാണല്ലോ എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? എന്താ ഉത്തരവാ പറയണ്ടേ അതിന്? ഇത് വെറുതെ എങ്ങനെ ലീഗിനെ കയറി ചൊറിയാൻ വരാ?
എന്തെല്ലാം ആക്ഷേപം കേട്ട് വളരെ പക്വതയോട് ക്ഷമിച്ചു നിൽക്കല്ലേ ഞങ്ങളെ അല്ലേ? വേറെ ഉപമുഖ്യമന്ത്രി അങ്ങോട്ട് തരുവില്ല ഇങ്ങോട്ട് ആര് ചോദിച്ചു ചെന്നിട്ടുണ്ട്? ഞങ്ങൾ ആരാ എന്ത് ഡിമാൻഡ് വെച്ചോ? ഞങ്ങൾ ഇവിടുത്തെ സാമൂഹിക മത അന്തരീക്ഷത്തിന് ചെറിയ പോറലേൽക്കുന്ന ഒരു ചെറു ശബ്ദം പോലും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളെ പാർട്ടിയുടെ കാഴ്ചപ്പാട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപയോഗിക്കുന്ന ആ പ്രയോഗങ്ങൾ കണ്ടില്ലേ നിങ്ങളെ? എന്ത് മുഖ്യമന്ത്രിക്കാരും മേലെയാണ് അയാള് മലയാളികൾക്ക്. അത്രയും ഇരുത്തം വന്ന പാകതയുള്ള ഒരു നേതാവാണ്. ആ നേതാവിനെ വെച്ച് നിങ്ങൾ കുറെ ദിവസമായില്ലേ സ്റ്റോറി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇല്ലേ? ഉപം എന്ന് പറഞ്ഞാൽ ആരെ ഇൻസൾട്ട് ചെയ്യുന്ന ഇല്ല. ഇന്ന് ഞാൻ നേരം കൊടുത്തു ടി വി ഇങ്ങനെ ഓടുന്നു. ഉപമുഖ്യസ്ഥാനം ഉണ്ടാവില്ല. ആര് തീരുമാനിച്ചു? ഏത് സമിതി തീരുമാനിച്ചു? ആര് പത്രസമ്മേളനത്തിൽ പറഞ്ഞു? ഊഹം വെച്ച് ഇങ്ങനെ ഓരോന്ന് വിടുകയാണ്. സംഗതി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സംഗതി ഞാൻ പറയട്ടെ, കോൺഗ്രസ് നിങ്ങളെ ചാനലിന്റെ കഥ എന്നോട് പറയിപ്പിക്കണ്ട. അതിൽ ആ സ്മൃതിനൊക്കെ ചിലപ്പോൾ സഹിക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യം വലിയ കട്ടാണ്. ബോംബിങ് ഞങ്ങൾ ചെയ്യുന്നത് ഉപമുഖ്യമന്ത്രി ഉണ്ടാവില്ല. ഇപ്പം കിട്ടിയത് നിങ്ങളെ പ്രേക്ഷകരോട് ചോദിച്ചു, ആ സ്റ്റുഡിയോ ഒന്ന് ഇറങ്ങി സ്മൃതി എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് കാറ്റുകൊള്ളാൻ പോയിട്ട് 4 ആളോട് ചോദിക്കി. നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഉപമുഖ്യമന്ത്രി ഉണ്ടാവില്ല. ഉപമുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന വാർത്ത നൽകിയത് മറ്റൊരു ചാനലാണ്. ശ്രീ ഷാഫി ചാലിയം, അതിന് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങേക്ക് ഈ അഭിപ്രായങ്ങൾ പറയുന്ന വേദിയിൽ പറയുന്നതിന് അത് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണെന്നേ. അതിൽ എന്റെ അഭിപ്രായത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് പറയുന്നു. ബാക്കിയുള്ളവരെ അങ്ങേക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അങ്ങ് മറ്റു രൂപത്തിൽ പറയുന്നു. അതൊരു വാർത്ത നൽകലല്ല, വാർത്തയിലല്ല അത്. ഞാൻ ആ നിലക്കല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, 54 പേർ KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന വാർത്ത നിങ്ങൾക്ക് എവിടുന്നിട്ട്? ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു 6 പേര് സ്ഥലമുള്ള ഒരു ഫോട്ടോ വന്നു. സത്യമാണ്. അതെങ്ങനെ 54 നിങ്ങൾ തീരുമാനിച്ചാളാ? 54 ഇവിടുത്തെ മീഡിയ കുറെ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ 40+ എന്നാണ്. 40 അല്ലല്ല, ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ ശ്രീ ഷാഫി ചാലിയം. 40+ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് KC പക്ഷം പറയുന്നു. 35ഓളം പേർ ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് VD പക്ഷം പറയുന്നു. 23 പേർ ഉണ്ടെന്ന് 23 പേരുണ്ടെന്ന് രമേശ് ചെന്നിത്തല വിഭാഗം പറയുന്നു. ഇതൊക്കെ ഓരോ വിഭാഗത്തിൽ നിന്ന് വരുന്ന വാർത്തകളാണെന്നേ. ഞാനൊന്ന് പറയട്ടെ സ്മൃതി, നിങ്ങൾ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. ഈ KC പക്ഷത്തിൽ നിന്ന് ആരാങ്ങളോട് പറയണത്? പറഞ്ഞവന്റെ പേരാണ്ട് പുറത്തു വിടണം. അവരാണ് ഇതിൽ ഏറ്റവും വലിയ കുത്തിത്തീർപ്പുകാരൻ. ആ പേരാണ്ട് പറഞ്ഞ തീരുപിടുത്ത കുറെ പ്രശ്നം. നിങ്ങൾക്ക് ഈ ഒറ്റിത്തരുന്ന ഇല്ലാത്ത ഒരുപാട് ഇങ്ങനത്തെ കണക്ക് തരുന്ന വിദ്വാന്മാരുണ്ടല്ലോ, അവന്മാരെ പേരൊക്കെ നിങ്ങൾ പുറത്തു വീഴി, എന്നാലേ സംഗതി അറിയുള്ളൂ. ഇത് ഹൈക്കമാൻഡിന്റെ കയ്യിൽ 3 ആൾക്കാരുണ്ട്. അവർ വളരെ സ്വകാര്യമായി കേട്ട കാര്യങ്ങളാണ്. അത് റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യും. സ്വകാര്യമായി കേട്ടെന്ന് സ്വകാര്യം പരസ്യമാക്കി നമ്മളാരുമല്ലോ. നിരീക്ഷകരുടെ കടലാസ് എടുത്ത് പുറത്തേക്ക് എടുത്തത് പിടിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന ആരാണ്? മുകുൾ വാസ്നിക്കാണ്. ആയിക്കോട്ടെ, നിരീക്ഷകരെ കയ്യിലുള്ള ഡോക്യുമെന്റിനെ ഫോട്ടോ എടുത്തപ്പം അതിൽ ഒരു 6 പേര് കിട്ടി. അത്രയല്ലുള്ളൂ. ഒരു 6 പേര്. അതിൽ വ്യക്തമായ അഭിപ്രായം പറഞ്ഞ ആളുടെ നേർക്ക് ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ്. അതുകൂടിയുണ്ട്. ആ ബ്ലാങ്കുകാരൻ പ്രതികരിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്കിപ്പോ ഇതിനൊന്നും ന്യായീകരിക്കേണ്ട പണിയില്ല. കാരണം നമുക്കൊന്നും ഇതിനൊന്നും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാധ്യമങ്ങൾ അതിന് കാരണം കോൺഗ്രസ് ആണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ അപസർപ്പക കഥകളും ഊഹങ്ങളുമാണ് ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഉപമുഖ്യമന്ത്രി ഉണ്ടാവും, 2 ഉണ്ടാവും, ഉച്ചയാകുമ്പോൾ ഉണ്ടാവില്ല, വീണ്ടും ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതിങ്ങനെ എഴുതി വിടുക, ഇതൊക്കെ എഴുതി വിടാൻ ഒരു സ്വാതന്ത്ര്യം തന്നാണ്. ആരും ചോദിക്കാനും അറിയാനും നിങ്ങളെ മേലെ ഒരു അപ്പെക്സ് ബോഡി ഇല്ല എന്ന കാരണത്താൽ ഇതിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതെവിടെ ഇതിനൊക്കെ പാടെ കൂടി സമാധാനം നമ്മൾ വന്ന് പറയാം. ഇന്നെന്താ ഹമീദ് ഭാഷ പറഞ്ഞത്? ഞങ്ങളെ ക്യാമ്പിൽ ഒരു മ്ലാനതയുണ്ട്, അത് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്, ഞാൻ MLA കുന്തൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാ പ്രവർത്തകരും രോഷത്തോടു കൂടി പറയുന്നു. 4-ാം തീയതി വിജയം കിട്ടി, 5-ാം തീയതി 6-ാം തീയതി കയറി ഇരുന്ന് വലിയ ആഹ്ലാദപ്രദത്തിന് വേണ്ടി പഴക്കം വാങ്ങി കാത്തിരിക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ കുറെ ദിവസമായി. എന്താ അവരോട് പറയാ? ഇപ്പൊ പിണറായി വിജയൻ തന്നെ കണ്ടോൺമെന്റ് ഹൗസ് പോകാതെ വാടക വീട്ടിലേക്ക് പോവുക അല്ലേ? ഇതിന്റെ പ്രത്യാഘാതം അവർ വരെ അനുഭവിക്കുക. അപ്പൊ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് എന്താണ് ചെയ്യാൻ പറ്റുമോ? ഒരു ഘടകകക്ഷികൾക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു തരണം. ഞങ്ങൾ ഹൈക്കമാൻഡ് ആരാത്തതിന് അവരെ സ്വീകരിക്കും എന്ന് കൃത്യമായി ഞങ്ങളെ ചീഫ് തങ്ങളാ.
അതിനിടക്കോ ഞങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം ഞങ്ങൾ അവിടെ പറഞ്ഞേക്കും. അഭിപ്രായം എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങളറിയില്ല. അത് അടുത്ത കമ്മിറ്റി വന്നാലേ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിന് കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിച്ചാൽ ഡൽഹിയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടില്ല വന്നത്, ബോംബെയിൽ അത്ര ആയിരുന്നല്ലോ. അവർക്ക് അതല്ലാതെ വേറെ എന്ത് ഉത്തരവ് പറയാ? അവർക്കും പ്രശ്നമുണ്ട്. അവര് വിങ്ങി പൊട്ടുന്നുണ്ട് അവരെ പ്രവർത്തകര്. ഇപ്പൊ ജിൻഡോ ഒക്കെ ഇങ്ങനത്തെ ഒരു ജിൻഡോനെ കണ്ടു നമ്മള് കടുവൊക്കെ പരി പിടിച്ചേരില്ലേ? എന്തായാലും കാരണം വിഷമം കൊണ്ടാ. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാ ജിൻഡോ ഒക്കെ. ഞങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കഴിഞ്ഞ 5 വർഷമായി വൈകുന്നേരം 4-5 പേരുടെ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നു തരിക ഞങ്ങള് ഇല്ലേ? എത്ര നിങ്ങളൊക്കെ ചീത്ത കേട്ടിന് ഈ സർക്കാരിന്റെ ഇത് വിളിച്ചു പറയാൻ. ഞങ്ങളും പണിയെടുത്തവരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഭയങ്കര നീറ്റലുണ്ട് ഇവിടെ. സാധാരണ സഭ്യം കൊണ്ടായിരുന്നു നിങ്ങളെ നേരെ ചാടിക്കളിക്കണേ ഞാനും ജിന്നു എന്താ ചെയ്തത്? വേഗം ഒരു വർത്തമാനം പറഞ്ഞ് വേഗം ഉൾവലിയാണ്. അതൊരു നിവൃത്തികേടാണ്. എന്റെയും ജിന്നുവിന്റെയും ഒക്കെ നേതാക്കളോട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിവൃത്തിയുടെ ജനത്തിനില്ല. അതുകൊണ്ടാണ് ജനം നന്നായി പ്രതികരിക്കുന്നത്. ജനം ശക്തമായി പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. അത് ഫ്ലക്സ് എടുത്ത് മാറ്റിയാൽ തീരില്ല. ജനത്തിന് രോഷമുണ്ടാവും, സംശയം. ഈ പടക്കം മഴ ചെയ്ത തണുത്തോലിയത് ഈ പടക്കം വാങ്ങി കുത്തിരിക്കുക അതിന്റെ മുകളില് ഇത് പൊട്ടിക്കാൻ വേണ്ടി അധികാരം ഏറണത്. ഇത് ഇങ്ങനെ നീണ്ടുപോയ എവിടെത്തും? ഇതിപ്പോ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ മുന്നണിയാണല്ലോ. കോൺഗ്രസ് ഞങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ്. അതിനെ നേതാക്കളൊന്ന് കേൾക്കട്ടെ. ഞങ്ങളൊക്കെ ഒരു വേദന എത്രയും പെട്ടെന്ന് ആകണം. ഇത് സമയം എടുത്താൽ ഇവിടെ ഇബിലീസ് ഇറക്കും. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കുറെ വിഷജന്തുക്കൾ വാഴുന്ന നാടാണ്. ചിലർ ആഗ്രഹിക്കുന്ന പേരിലേക്ക് എത്തിയില്ലെങ്കിൽ ഉടനെ എത്തിക്കോളും. അത് ഉടനെ പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വരെ ഇന്നിപ്പോ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള അഭിപ്രായമുണ്ട്. മനസ്സിലാക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയിലെ ഈ വിഷജന്തുക്കൾ പറയാ കോൺഗ്രസ് വിദ്യാഭ്യാസം ഏറ്റെടുക്കണം. മുക്താക്കാൻ പോണ കോൺഗ്രസിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ ആ മുരളീധരൻ. മനസ്സിലാക്കണം. എന്താ സത്യപ്രതിജ്ഞ അറിയും നിങ്ങൾ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർക്കും ഇവിടെ മത്സരിക്കാനും വിജയിക്കാനും ഏത് മന്ത്രാലയത്തിൽ മന്ത്രിയാകാനും രാജ്യത്തിലെ പൗരനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് ഒരാൾ പറയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന ആളുകൾ എടുക്കാൻ പാടില്ല. അത് പറയാ ഇവർക്ക് എന്താ അധികാരമുള്ളത്? ഇതൊക്കെ പറയാനുള്ള ഗോയപ്പ കൊടുക്കണം എന്തിനാ? ഈ നാട് വീണ്ടും കത്തിക്കാനാണ്. എല്ലാം ഇങ്ങോട്ട് അവസാനം ഒക്കെ ലീഗിനെ വരടിക്കിട. ലീഗ് വന്ന അങ്ങോട്ടാക്കും, ലീഗ് വന്ന ഇങ്ങോട്ടാക്കും. ലീഗ് വന്നിന് കുറെ കാലം മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ എല്ലാ വകുപ്പും ഞങ്ങൾ എക്സൈസ് അല്ലാത്ത ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിന്. പോയി പരിശോധിക്കും, ഓഡിറ്റ് നടത്ത്. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ തമ്പാക്കാൻ പറയും. ചേക്കുട്ടി സാറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു നിവേദനം പോലും എന്താണ് കാത്തിരിക്കാതെ അവധി പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയാണ്. അങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത്. സംസ്കൃത സർവകലാശാല ഈ നാട്ടിൽ സ്ഥാപിച്ചത് ഞങ്ങളാ. മലയാള സർവകലാശാല സ്ഥാപിച്ചത് ഞങ്ങളാ. സാങ്കേതിക സർവകലാശാല കൂസാറ്റ് ഉണ്ടാക്കിയത് ഞങ്ങളാ. അങ്ങനത്തെ ഞങ്ങളെ നേരെ നിങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ വന്ന എന്തോ കുന്താവും. ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുതെന്ന് പറയുമ്പോൾ മറ്റു പാർട്ടികളില്ല ഇവിടെ? ആരെങ്കിലും ഒന്നും മുണ്ടിയോ? ഒരു അക്ഷരം മുണ്ടിയില്ലല്ലോ. ആണ് പറയും. ഇവിടെ ഇങ്ങനെ ഈ എന്തും വിളിച്ചു പറയാവുന്ന ഒരു നാടാക്കി പിണറായി വിജയൻ ഈ 10 കൊല്ലം ഈ നാടിനെ മാറ്റിയാണ്. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഏതെങ്കിലും നല്ല ഉഗ്രം ഭരണം ഇവിടെ വേണം. നല്ല മതേതര പ്രതിബദ്ധതയുള്ള ഒരു ഭരണം ഇവിടെ വേണം. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ തൂക്കി അകത്തിടാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം UDFൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ജനത. അപ്പൊ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമായും MLA-മാരെ ബാധിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ആ തീരുമാനം കൊണ്ട് വരട്ടെ എന്ന കാത്തിരിപ്പല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിലില്ല. ശരി, അഴകുഴമ്പൻ സമീപനം എടുക്കുന്ന ഒരാളല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.